നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഇന്ന് കുറേ കാലങ്ങളായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ക്യാൻസർ രോഗികൾ. പ്രത്യേകിച്ചും പഠനം പറയുന്നത് ഏതാണ്ട് ഒരു 1.7% നമ്മുടെ ബ്രെയിൻ ക്യാൻസർ പിടിപെടുന്ന ആൾക്കാർ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധാലുക്കളാകേണ്ട, തിരിച്ചറിയേണ്ട, പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് മസ്തിഷ്ക ക്യാൻസർ, അർബുദം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം നാഗരാജ് പോസിറ്റീവ്, നിങ്ങളുടെ സ്വന്തം സൈക്കോളജിസ്റ്റ്, നിങ്ങളുടെ സുഹൃത്തും വഴികാട്ടിയും. എന്തുകൊണ്ട് ഇത്രയധികം മനുഷ്യർക്ക് ഇന്ന് ബ്രെയിൻ ക്യാൻസർ ഇന്നത് കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് നിഗമനത്തിലെത്താൻ സാധ്യമല്ല. എങ്കിലും ഇന്നേ കാലത്ത് എന്തുകൊണ്ട് ധാരാളം പേരിൽ ബ്രെയിൻ ക്യാൻസർ ഉണ്ടാകുന്നു? വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. പ്രധാനമായിട്ടും നമ്മുടെ ബ്രെയിൻ ട്രാൻസ്മിഷൻ ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ വേവ്സ് ആണ്. ചില വൈദ്യുത തരംഗങ്ങളാണ്, ചില ഫ്രീക്വൻസി. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇവിടെ, ഞാൻ ഈ മുറിയിൽ ഇരിക്കുമ്പോൾ തന്നെയും എത്രയോ വേവ്സ്, തരംഗങ്ങൾ എന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റേഡിയേഷൻസ് ഇന്ന് പിടിപെടാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൽ ഡയറക്റ്റ് ബ്രെയിൻ ക്യാൻസർ വരുമെന്ന് അങ്ങനെ പഠനമൊന്നുമില്ല. എങ്കിലും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ തലയണയുടെ അടുത്ത് ഫോൺ കൊണ്ടുവച്ചിട്ട് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ കൂടുതൽ സമയം ഈ ഫോണുമായിട്ടുള്ള താതാത്മ്യം കുറയ്ക്കുക. സാധ്യത വളരെ കൂടുതലാണ്, വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ഫോൺ കുറച്ച് അകലെ വെച്ചിട്ട് നിങ്ങൾ ബ്ലൂടൂത്ത് വഴി സ്പീക്കർ അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബെറീസ്, ബ്ലൂബെറീസ്, ഡാർക്ക് ചോക്ലേറ്റ്, വാൾനട്ട്സ്, പ്രകൃതിയാൽ ലഭിക്കുന്ന നല്ല ഫ്രൂട്ട്സ്, ഫ്രഷ് വെജിറ്റബിൾസ് ആയിരിക്കട്ടെ നിങ്ങളുടെ നല്ല ഭക്ഷണശീലം. കൊഴുപ്പടങ്ങിയ ഭക്ഷണം, മാംസാദികൾ കഴിവതും കുറയ്ക്കുക. അമിത കൊഴുപ്പ് നൽകുന്നതായിട്ടുള്ള മാംസഭക്ഷണം വർജിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ബ്രെയിൻ വളരെ പെട്ടെന്ന് സ്ട്രിങ് ആവും ഈ മാംസം കഴിക്കുന്നവരിൽ. പഠനം തെളിയിച്ചിട്ടുണ്ടത്. നമ്മുടെ ബ്രെയിൻ സ്ട്രിങ് ആവും, ചുരുങ്ങും. അപ്പോൾ ഇന്നേ കാലത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിതചര്യ ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം സ്ക്രീൻ ടൈം കൂടിയല്ലോ, ചടുലത, ദുർമേധസ് വർദ്ധിച്ചല്ലോ. അപ്പോൾ സാധ്യത വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ഇടയിൽ പോലും കൃത്യമായ വ്യായാമം ഇല്ല. നമ്മുടെ ബ്രെയിൻ ജിമ്മ് നടക്കുന്നില്ല. അപ്പം ഇതൊക്കെ ഒരു റീസൺസ് ആണ്. എന്തായാലും ക്യാൻസർ പിടിപെടുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരു റീസൺസ് ഉണ്ട്. ഒരുപാട് റേഡിയേഷൻസ്, ഒരുപാട് ടോക്സിസിറ്റീസ്, ഒരുപാട് കെമിക്കൽ ഇൻഫ്ലുവൻസസ് ഒക്കെ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്ട്രെസ്സ് ഒരു വലിയ ഘടകമാണ്. പാരമ്പര്യം ഒരു ഹെറിറ്ററി വൈസ് ജീൻ ഫാക്ടറിൽ ഒരു ഘടകമാണ്. പക്ഷേ എന്നിരുന്നാലും ശരി തന്നെ നമ്മുടെ ഇന്നത്തെ പിരിമുറുക്കം, ഫാസ്റ്റ് ഫുഡ് കൾച്ചർ, നമ്മുടെ ദിനചര്യ ഇത്തരം ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നമ്മുടെ കേരളം ഇതിൻ്റെ എല്ലാം മുൻപന്തിയിലാണ്. പ്രമേഹ രോഗത്തിനും മാനസിക രോഗങ്ങൾക്കും ഒക്കെ ഏറ്റവും കൂടുതൽ മദ്യപാനികളും ഒക്കെ ഉള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. എന്തായാലും നമുക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റ്, പ്രിവെൻഷൻ ഓഫ് ക്യാൻസർ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്, അറ്റ്ലീസ്റ്റ് നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്ത് നമുക്ക് എങ്ങനെ കെയർ ചെയ്യാം. അപ്പോൾ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നൊരു പ്രോഗ്രാം നമുക്ക് നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ, മെഡിട്രിന ഹോസ്പിറ്റലിൽ ഉണ്ട്.
നമുക്ക് സ്വന്തമായിട്ട് മുഖത്തലയിലും NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഗണിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ബ്രെയിനിൻ്റെ ആരോഗ്യം, നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഹെൽത്ത് എത്രമാത്രം എങ്ങനെ. അപ്പോൾ നിങ്ങൾ വിധേയമാകുന്നത്, നിങ്ങൾക്ക് മദ്യപാനം കൂടുതലുണ്ടോ, പുകവലി ശീലമുണ്ടോ, എങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിനിൻ്റെ ആരോഗ്യത്തെ ഇതെല്ലാം ബാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതചര്യയിൽ നിങ്ങൾക്കുണ്ടാകുന്നതായിട്ടുള്ള ഭയങ്കരമായ കോപവും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു. ഇതെല്ലാം മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മുടെ മാനസിക ആരോഗ്യം, നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റും നമ്മുടെ മെൻ്റൽ ഹെൽത്തും നമ്മുടെ ഇതിനെല്ലാം വയറിങ് ചെയ്യുന്ന, റീവയർ ചെയ്യുന്ന, പ്രോസസ്സ് ചെയ്യുന്ന, കെമിക്കൽസ് ആയിട്ട് റിലീസ് ചെയ്യുന്ന നമ്മുടെ ബ്രെയിൻ ആണല്ലോ എല്ലാം. അതിനാൽ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. എന്തായാലും ബ്രെയിനിൻ്റെ ആരോഗ്യം, നിങ്ങളുടെ ബ്രെയിൻ ഹെൽത്ത് എങ്ങനെയുണ്ട്, പ്രിവെൻഷൻ അറ്റ്ലീസ്റ്റ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് പോസിബിലിറ്റി ഉണ്ട്. വരിക 9605743596 എൻ്റെ നമ്പർ. അതുകൊണ്ട് സ്ട്രെസ് മാനേജ്മെൻറ്റ്, ആങ്സൈറ്റി റിഡക്ഷൻ നമ്മുടെ മസ്തിഷ്ക ആരോഗ്യത്തിന് വളരെ ഏറെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വെൽക്കം.